നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? മസ്കറ്റിലെ 2 അമ്പലമാണല്ലോ ഉള്ളത്, ഒന്ന് കൃഷ്ണൻ്റെ അമ്പലം, ഒന്ന് ശിവൻ്റെ അമ്പലം. അപ്പോൾ നമുക്ക് ആദ്യം മത്രയിലെ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. നല്ല തിരക്കുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച എടുത്ത വീഡിയോയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടെ പുറത്ത് അഭിഷേകത്തിന് പാല്, വെള്ളം, പിന്നെ തേങ്ങ പൂജിക്കാൻ, പിന്നെ നമുക്ക് എണ്ണ, ശ്രീരാമന് കൊടുക്കാൻ എള്ളെണ്ണ ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കാല് കഴുകേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ശുദ്ധി വരുത്തിയിട്ട് നമുക്ക് കയറാവുന്നതാണ്. ഞാൻ എന്നിട്ട് അവിടുന്ന് പാലെടുത്തു 4 അഭിഷേകത്തിനുള്ള പാലെടുത്തു. പാല് മേടിച്ചത് അവിടെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവർ പൂജിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷീരധാര ഇങ്ങനെ നാട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് പുറത്തേക്ക് വന്നത് പ്രസാദം. ഇന്ന് വടയുണ്ടായിരുന്നേ, വടയും കടലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പുറത്ത് വെക്കും കേട്ടോ പൂജിച്ചതിന് ശേഷം. പിന്നെ അച്ഛനും മോനും ഇതാ കുറിയൊക്കെ തൊടുന്ന തിരക്കിലാണ്. ഹ്യൂവി ആണെങ്കിൽ വട തിന്ന തിരക്കിലും. അവൻ വട തിന്നാനായിട്ടാണ് വരുന്നത്. അവൻ അമ്പലത്തിൽ പോകാൻ തന്നെ പറഞ്ഞാൽ അവൻ വട അപ്പം കിട്ടൂലേ എന്നാ ചോദിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഇങ്ങനെ ഇരിക്കേണ്ടൊക്കെ സ്ഥലമുണ്ട്. ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നാട്ടിലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നേ. ചെറിയ അമ്പലമാണെങ്കിലും നല്ലൊരു ഫീലാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വടയൊക്കെ കഴിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ട്. ആൾക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നേരെ പോയത് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചയാണിത്. മദ്രാസ് സൂക്ക് സൈഡാണ് ഇത്. ഇതൊക്കെ ഉണ്ട്, കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. രാത്രി ഇതിനേക്കാളും രസമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. പകലാണെങ്കിലും നല്ല രസമാണ് കാണാൻ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടെ. വരുന്ന വഴി ഇതേ കാഴ്ച തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലെത്തി. നല്ല ചൂടായിരുന്നേ. അപ്പോൾ പോയപ്പോൾ നട അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെയും നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടിയിട്ടോ. പായസം ഉണ്ടായിരുന്നു. പൂജിച്ചത് പുറത്തിങ്ങനെ വെക്കും കേട്ടോ. ഫ്രൂട്ട്സ് ആയാലും പായസമായാലും അവിടെയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോതരം പൂജകളാണ്. അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നല്ല രീതിയിൽ തൊഴുതു കേട്ടോ 2 അമ്പലത്തിലും. അപ്പോൾ ഓക്കെ, ബൈ.